അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ഒരു മഹത്തായ ദിവസമാണ്. വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല. വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏത് സമയത്താണ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്നത് എന്ന് വ്യക്തമായി പറയുന്ന ഒരു ഹദീസും കാണാൻ സാധ്യമല്ല. വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന വിഷയത്തിൽ ഒരാൾക്കും സംശയമില്ല, തർക്കമില്ല. ചില മഹത്തുക്കള് ഫുഖഹാക്കള് കിതാബുകളിൽ പറഞ്ഞതായി കാണാം, യൗമുൽ ജുമുഅത്തി 12 സഅ, വെള്ളിയാഴ്ച ദിവസം 12ഓളം സമയങ്ങളുണ്ട്. ദുആക്ക് ഇജാബത്തുള്ള 12ഓളം സമയങ്ങളുണ്ട്. ലാ യൂജദു ഫീഹാ അബ്ദു മുസ്ലിം, ഒരു മുസ്ലിമായ അടിമ ആ സമയങ്ങളിൽ അല്ലാഹുവിനോട് ചോദിച്ചാൽ അസ്അലുല്ലാഹ ശൈഅൻ ഇല്ലാ അത്താഹു ഇയ്യാ, ഖൈറായ ദുന്യവിയായ ഉഖ്റവിയായ ഖൈറായ എന്ത് ചോദിച്ചാലും അല്ലാഹു നമ്മുടെ ദുആ ആ സമയങ്ങളിൽ ഒത്തുവന്നാൽ തീർച്ചയായും ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു, ഫൽതമിസുഹാ, അതിൽ ഏറ്റവും സാധ്യതയുള്ള സമയം ആഖിറു സഅത്തി ബഅദൽ അസ്ർ, വെള്ളിയാഴ്ച ദിവസം അസ്റിന്റെ ശേഷമുള്ള സമയം. അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയമാണ് കൂടുതലും സാധ്യതയുള്ളത്. ആ സമയത്ത് നമ്മുടെ ദുആ പെട്ടെന്ന് സ്വീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഏത് ദിക്റാണ് ചൊല്ലേണ്ടത് എന്ന വിഷയത്തിൽ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ ഖദർ നബി അലൈഹിസ്സലാം നമ്മെ പഠിപ്പിച്ചതായി കാണാം, ഇന്നമൻ ഖാല ബഅദ അസ്റിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം അസ്റിന്റെ ശേഷം ഒരാൾ ചൊല്ലിയാൽ, ഒരാൾ പറഞ്ഞാൽ, മുസ്തഖ്ബിലൻ, ഖിബലക്ക് മുന്നിട്ട്, ഖിബലക്ക് തിരിഞ്ഞിരുന്ന് നല്ല ഇഖ്ലാസോടുകൂടെ ഭയഭക്തിയോടുകൂടെ ഉത്തരം കിട്ടണം, എന്റെ ഉദ്ദേശം പൂർത്തിയാകണം, എന്റെ മുറാദ് ഹാസിലാകണം, എന്റെ വിഷമങ്ങൾ മാറണം, എന്റെ കടങ്ങൾ വീടണം, എന്റെ രോഗങ്ങൾ മാറണം, എന്റെ വീടിന്റെ പണി പൂർത്തിയാകണം, എന്തൊക്കെ മുറാദുകളുണ്ട്, എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, എന്തുമാകട്ടെ അത് കരുതി ഒരാൾ ചൊല്ലിയാൽ, ഏത് യാ അല്ലാഹു യാ റഹ്മാൻ എന്ന ദിക്ർ ചൊല്ലിയാൽ, യാ അല്ലാഹു യാ റഹ്മാൻ എന്ന ദിക്ർ ഒരാൾ ചൊല്ലിയാൽ, ഇലാ അൻ തഗീബ ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അസ്ർ നിസ്കരിച്ച് മഗ്രിബ് വരെ ഒരാൾ ചൊല്ലിയാൽ, വസഅല അല്ലാഹു ഷൈഅൻ, എന്നിട്ട് അല്ലാഹുവിനോട് അവൻ ചോദിക്കുന്നു അവന്റെ ആവശ്യങ്ങൾ, മിൻ ഉമൂരി ദുനിയാ, ദുനിയാവിലെ കാര്യങ്ങൾ, ദുനിയാവിലെ ആവശ്യങ്ങൾ ചോദിക്കുന്നു, അവിദ്ദീൻ, അല്ലെങ്കിൽ ദീനിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നു, അറ്റാഹു ഇയ്യാ, തീർച്ചയായും അത് നൽകുക തന്നെ ചെയ്യും, ചോദിച്ച അല്ലാഹ് കൊടുക്കുക തന്നെ ചെയ്യും, അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. ആനത്തു താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം മഹാന്മാർ പറഞ്ഞതായി കാണാം. അപ്പൊ യാ അല്ലാഹു യാ റഹ്മാൻ എന്ന ദിക്ർ ചൊല്ലി വെള്ളിയാഴ്ച അസ്റിന്റെ ശേഷം ഒരാൾ ദുആ ചെയ്താൽ ആ ദുആ തീർച്ചയായും സ്വീകരിക്കും. സുബ്ഹാനഹു തആല നമ്മുടെ ദുആകൾ സ്വീകരിക്കട്ടെ, നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ, വിഷമങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. നമുക്കൊരു 100 പ്രാവശ്യം യാ അല്ലാഹു യാ റഹ്മാൻ എന്ന് ചൊല്ലി ചെറിയ ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. يا الله يا رحمن 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 يا الله يا رحمن
يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن رب سبحانه وتعالى ചൊല്ലിയ ദിക്ർ സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും രോഗങ്ങളും കടങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനായ അല്ലാഹ്, പടച്ചവനെ, ഞങ്ങൾ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് ദുഃഖങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ഒരുപാട് രോഗങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഒരുപാട് കടങ്ങളുണ്ട്. അതെല്ലാം നീ മാറ്റിത്തരണേ അല്ലാഹ്. ജീവിതത്തിൽ എപ്പോഴും നീ സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, ഹിമ്മത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. എല്ലാ ബുദ്ധിമുട്ടുകളും നീ നീക്കിത്തരണേ അല്ലാഹ്. എല്ലാ കഷ്ടപ്പാടുകളും നീ മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് നല്ല നല്ല മുറാദുകളുണ്ട്, നല്ല നല്ല ആവശ്യങ്ങളുണ്ട്, നല്ല നല്ല ആഗ്രഹങ്ങളുണ്ട്. അതെല്ലാം എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ആഗ്രഹിക്കുന്നതിനേക്കാളും പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലികളിൽ വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ കച്ചവടങ്ങൾ, ഞങ്ങളെ ബിസിനസ്സുകൾ, കൃഷികൾ, തോട്ടങ്ങൾ, വാഹനങ്ങൾ, വീടുകൾ, ഭാര്യമക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബം, മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാര്, സഹോദര സഹോദരിമാര്, പെങ്ങന്മാര്, ഉസ്താദുമാര്, വാക്കുണ്ടേൽപ്പിച്ചവര്, ഈ സദസ്സിലുള്ളവര്, ഈ ചാനലിലൂടെ എല്ലാ ക്ലാസ്സുകളും എല്ലാ ദിക്ർ ദുആ മജ്‌ലിസുകളിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, താങ്ങാൻ കഴിയാത്ത മാരകമായ ഒരു രോഗവും ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പോലും നീ ക്യാൻസർ നൽകല്ലേ അല്ലാഹ്. ക്യാൻസറിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ഭാര്യമക്കൾ, സന്താനങ്ങൾ, ജ്യേഷ്ഠ അനുജന്മാര്, സഹോദര സഹോദരിമാര്, പെങ്ങന്മാരും കുടുംബക്കാരും, ഉസ്താദുമാര്, ശിഷ്യന്മാര്, വാക്കുകൊണ്ട് ഏൽപ്പിച്ചവര്, ഭക്ഷണം നൽകിയവര്, വസ്ത്രം നൽകിയവര്, പണം നൽകിയവര്, പാനീയം നൽകിയവര്, ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ കേൾക്കുന്ന, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരെയും നീ കാക്കണേ അല്ലാഹ്. അറ്റാക്ക് നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹാർട്ടിനൊരു തകരാറും നീ നൽകല്ലേ അല്ലാഹ്. കിഡ്നിക്കൊരു പ്രയാസവും നീ നൽകല്ലേ അല്ലാഹ്. ഡയാലിസിന് വിധേയമാക്കല്ലേ അല്ലാഹ്. വയറു സംബന്ധമായ സർവ്വ രോഗങ്ങളിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മൂത്ര സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ശരീരത്തിന്റെ പുറത്തുള്ള വേദനകളിൽ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. തലവേദന, കണ്ണുവേദന, മൂക്കുവേദന, പല്ലുവേദന, ചെവിവേദന, നെഞ്ഞുവേദന, കൈകാല് വേദന, മുട്ടുവേദന, ഊരവേദന, ശരീരത്തിലുള്ള ഉള്ളും പുറത്തുള്ള സർവ്വ വേദനകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഒരു വേദനയും ഒരു രോഗവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹോസ്പിറ്റലിലും വെന്റിലേറ്ററിലും ഐസിയുവിലും കിടക്കുന്ന രോഗം നൽകല്ലേ അല്ലാഹ്. കാലാകാലം കിടപ്പിലാകുന്ന രോഗം നൽകല്ലേ അല്ലാഹ്. അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗം നൽകല്ലേ അല്ലാഹ്. അപകടം നൽകല്ലേ അല്ലാഹ്. അപകട മരണം നൽകല്ലേ അല്ലാഹ്. നടുറോട്ടിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. നടുറോട്ട് ഞങ്ങളെ നീ കൊടുക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്, വാഹനം ഓടിക്കുന്നവരാണ്, ഡ്രൈവ് ചെയ്യുന്നവരാണ്. ഒരു അപകടവും ഒരു പ്രയാസവും ഒരു കുടുക്കും നീ നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലും സന്തോഷത്തിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ വീട്ടിൽ നീ വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് വലിയ ബർക്കത്തും റഹ്മത്തും സന്തോഷവും നീ നൽകണേ അല്ലാഹ്. ഭാര്യമക്കൾക്ക് നീ ആഫിയത്തും ആരോഗ്യവും സുഖവും സന്തോഷവും നൽകണേ അല്ലാഹ്. ജ്യേഷ്ഠാനുജന്മാര്, സഹോദര സഹോദരിമാർക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, ഉസ്താദ്മാരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. വേണ്ടപ്പെട്ടവരിൽ നിന്ന് സഹായിച്ചവര്, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറുകളിലുള്ള എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മർഹമത്ത് നൽകണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഖബറിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാ മരണങ്ങളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമക്കൾ, മാതാപിതാക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബക്കാർ, യതീമാകുന്ന ഒരു മരണം നൽകി ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. പഠിച്ചവനെ, സിഹറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഐനിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ശൈത്വാനിയത്ത്, റുഹാനിയത്ത് അടക്കമുള്ള സർവ്വ പ്രയാസങ്ങളിൽ ഞങ്ങളെയും കുടുംബത്തെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആയുസ്സിൽ വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, അർക്കാത്ത്, സകനാത്ത്, അഫ്ആല്, അക്വാലുകളിൽ വലിയ ബർക്കത്തും റഹ്മത്തും സന്തോഷവും ഇസ്സത്തും നീ നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ഫളിയത്താക്കല്ലേ അല്ലാഹ്. ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. ഫളിയത്താക്കല്ലേ അല്ലാഹ്. അസൂയക്കാരുടെ
ഹസദിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. വാലിമ്യങ്ങളെ ദുൽമിൽ നിന്ന് കാക്കണേ അല്ലാ. ഫാസിദുകളെ ഫസാദിൽ നിന്ന് കാക്കണേ അല്ലാ. മുത്തകബ്ബിരീങ്ങളുടെ കിബ്റിൽ നിന്ന് കാക്കണേ അല്ലാ. മുഅ്തദീങ്ങളെ എല്ലാവിധ ശർറുകളിൽ നിന്ന് കാക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശത്രുക്കളുടെ, യഹൂദികളുടെ, നസ്രാനികളുടെ വലിയ ശർറുകൾ, വലിയ പ്രയാസങ്ങൾ, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാവിധ ഷറുകളിൽ നിന്ന് ലോക മുസ്ലിമീങ്ങളെ നീ രക്ഷപ്പെടുത്തണേ. ഫലസ്തീനിലെ മുസ്ലിമീങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ലോകത്തിൽ കഷ്ടപ്പെടുന്ന എല്ലാ മുസ്ലിമീങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അവർക്ക് നീ ഫത്ഹ് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്, ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. നിന്നോട് ചോദിക്കുന്നത്, നിന്നോട് ഞങ്ങൾ ദുആ ചെയ്യുന്നു, നിന്നോട് ഇറക്കുന്നു. പടച്ചവനെ, ഞങ്ങളെ ദുആകളെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. എത്രയും പെട്ടെന്ന് ഇജാബത്ത് നൽകണേ അല്ലാ. നല്ല ഇജാബത്തുള്ള ഒരു ദുആയായി, ഒരു മജ്ലിസായി ഈ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.